നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊരു ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് കസ്റ്റംസിന്റെ പരിശോധന ഇന്നും തുടരും. പ്രധാനപ്പെട്ട 3 താരങ്ങളാണ് ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലെ വാഹനങ്ങളിൽ പരിശോധന ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് അടക്കം നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഇന്ന് കസ്റ്റംസ് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സമയം അടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും ഇന്ന് ബീഹാറിൽ ചേരുന്നുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. എന്തായാലും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഓപ്പറേഷൻ നുംഘോറിൽ കൂടുതൽ നടപടികൾ. നികുതി വെട്ടിച്ചെത്തിച്ച വാഹന ഉടമകൾക്ക് ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകും. ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ അടക്കമുള്ളവർ വിശദീകരണം നൽകണം. വാഹനം വാങ്ങിയ ചിലർക്ക് വാഹനക്കടത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നതായി കണ്ടെത്തൽ. ED അന്വേഷണത്തിനും സാധ്യത. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ബീഹാറിൽ. പാട്നയിൽ ചേരുന്ന യോഗത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രധാന അജണ്ട. വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്നതിൽ തീരുമാനമെടുക്കും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്താൻ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ പരിശോധനാ സംവിധാനം. കോട്ടയം തലപ്പാടിയിലെ ക്യാമ്പസിൽ ഒരുങ്ങുന്ന സെന്ററിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ. തൃശൂർ ചൂണ്ടൽ പഞ്ചായത്തിലെ 3 കുളങ്ങളിൽ ഇറങ്ങുന്നതിന് വിലക്ക്. റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ മുഴുവനും തിരിച്ചുപിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യ വെറും കടലാസ് പുലിയാണെന്നും യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന യുദ്ധത്തിലാണ് ലക്ഷ്യബോധമില്ലാതെ പോരാടുന്നതെന്നും വിമർശനം. ട്രംപിന്റെ പ്രസ്താവന വ്ളോഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. മത്സരം രാത്രി 8-ന് ദുബായിൽ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഭൂട്ടാൻ വഴിയുള്ള വാഹനക്കടത്തിൽ വിശദമായ അന്വേഷണവുമായി കസ്റ്റംസ് മുന്നോട്ട് പോവുകയാണ്. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകളെ ഉടൻ ചോദ്യം ചെയ്യും. വാഹനങ്ങൾ വിതരണം ചെയ്ത ഡീലർമാരെയും ചോദ്യം ചെയ്യും. വാഹനം വാങ്ങിയ ചിലർക്ക് വാഹനക്കടത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നതായാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. കിരൺ, ഇന്നലെയാണ് സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയത്. വാഹനങ്ങളടക്കം കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചലച്ചിത്ര താരങ്ങളുടെ വാഹനങ്ങളടക്കം പിടിച്ചെടുത്ത ഒരു സാഹചര്യമുണ്ട്. തുടർ നടപടികളുമായി ഇനി ഏത് രീതിയിലായിരിക്കും കസ്റ്റംസ് മുന്നോട്ട് പോവുക? അമ്പിളി, ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളെ തുടർന്നാണ് ഇന്നലെ കേരളത്തിൽ പരിശോധന നടത്തുകയും കേരളത്തിൽ നിന്ന് 36 വാഹനങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. ഈ വാഹന ഉടമകളെ അടക്കം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കം തന്നെയാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ നടനായ അമിത് ചക്കാലക്കലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു ഇയാളുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് സമൻസ് നൽകുകയും പിന്നീട് വൈകിട്ടോടുകൂടി കസ്റ്റംസിന്റെ ഓഫീസിൽ ഹാജരാകുകയും ചോദ്യം ചെയ്യലില് ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഇതിനെ തുടർന്നാണ് ഇനി മറ്റുള്ളവരിലേക്ക് കൂടി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനം എത്തിക്കുന്ന ഇടപാട് സംഘം, ഇതൊരു വലിയൊരു സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ ഒരു പ്രാഥമിക ഘട്ടം എന്ന രീതിയിൽ കഴിഞ്ഞ 6 മാസത്തോളം കസ്റ്റംസ് പരിശോധനകൾ നടത്തിയിരുന്നു. തുടർന്നാണ് രാജ്യത്തേക്ക് 150 മുതൽ 200ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവന്നതായിട്ട് കണ്ടെത്തിയിരുന്നത്. ഇതിനെ തുടർന്നാണ് പരിശോധനകളും നടന്നിരുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 36 വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ട്. വാഹനങ്ങൾ വാങ്ങിയ ചില ആളുകൾക്കും ഈ ഇടപാട് സംഘത്തിന്റെ ഈ അനധികൃതമായിട്ടുള്ള കച്ചവടത്തെ കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ട സമയത്ത് വ്യക്തമാക്കിയത്. ആ കാര്യങ്ങളിൽ അടക്കം കൂടുതൽ വ്യക്തത തേടേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഏതായാലും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. നടന്മാരായ പൃഥ്വിരാജിന്റെയും ഒപ്പം
ദുൽഖർ സൽമാന്റെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് 2 വാഹനങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇതിൽ ഒരു വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, മറ്റൊന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരാൻ ചില ബുദ്ധിമുട്ടുകൾ, അതായത് അതിന്റെ ഫിറ്റ്നസ് ഇല്ല, അതുകൊണ്ട് റോട്ടിലൂടെ ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് ഇത് സീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടികളിലേക്ക്. കിരൺ, ആ രീതിയിലേക്കുള്ള ഒരു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? പൃഥ്വിരാജിന്റെ വീട്ടിൽ അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഈ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനാണ് എന്നാണ് ഇന്നലെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നത്. അതുപോലെ തന്നെ ഈ അമിത് ചക്കാലക്കലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ഏത് രീതിയിലാണ് ഇവരുടെ കയ്യിലേക്ക് ഇത്തരത്തിലൊരു വാഹനം എത്തിയത്? അല്ലെങ്കിൽ അതൊരു നിയമപരമായിട്ടാണോ, അല്ലെങ്കിൽ അതിലൊരു നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? ആ രീതിയിലുള്ള വിവരമൊക്കെ കസ്റ്റംസ് നൽകുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? അമ്പിളി, ഇന്നലെ അമിത് ചക്കാലക്കൽ പറഞ്ഞത് തന്റെ കൈവശമുള്ള വാഹനം അത് താൻ രണ്ടാമത്തെ ഉടമസ്ഥനാണ്. ആദ്യത്തെ ഉടമസ്ഥൻ എന്നുള്ളത് എംബസിയുടെ കയ്യിലായിരുന്നു. റഷ്യൻ എംബസിയിൽ വിറ്റ വാഹനമാണ് താൻ വാങ്ങിയത് എന്നുള്ളൊരു കാര്യമാണ് അമിത് ചക്കാലക്കൽ പറഞ്ഞത്. മാത്രമല്ല, രണ്ടാമത്തെ ഒരു വാഹനം എന്നുള്ളത് തന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനമാണ്. അതിന്റെ രജിസ്ട്രേഷൻ മറ്റ് ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അമിത് ചക്കാലക്കൽ പറഞ്ഞത്. ഏതായാലും ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. അമിത് ചക്കാലക്കൽ അടക്കമുള്ള ആളുകൾക്ക് ഈ വാഹന ഇടപാടിനെ കുറിച്ച് അറിയാമായിരുന്നോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ വാഹനങ്ങളിൽ പലതും സംസ്ഥാനത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഈ രജിസ്ട്രേഷൻ ഇപ്പോഴും തുടരുന്നതായിട്ട് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അമിത് ചക്കാലക്കലിന്റെ കയ്യിലുള്ളതും ദുൽഖർ സൽമാന്റെ കയ്യിലുള്ള വാഹനങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. ഏതായാലും അത് ഈ ഭൂട്ടാൻ വഴി ഇങ്ങനെ കടത്തിക്കൊണ്ടുവന്ന വാഹനമാണോ എന്നുള്ളൊരു കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും വലിയൊരു സംഘം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നതാണ്. അവർ പരിവാഹൻ സൈറ്റ്, ഈ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള അതിന്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിലേക്ക് കയറി അത് ഹാക്ക് ചെയ്ത് അടക്കം കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘം എത്ര വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഈ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അല്ലെങ്കിൽ ഈ വാഹനങ്ങളോട് ഭ്രമമുള്ള ആളുകൾക്ക് ഈ ഒരു സംഘത്തെക്കുറിച്ച് ഒരുപക്ഷെ അറിഞ്ഞിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഉടമസ്ഥരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. കൂടെ ഈ വാഹനങ്ങളുടെ ഇടപാടുകൾ നടത്തിയിട്ടുള്ള മറ്റ് ഡീലർമാരെയും ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. എറണാകുളത്ത് മാത്രമല്ല, തൃശ്ശൂരിലും മലപ്പുറത്ത് നിന്നും അടക്കം ഏതായാലും വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആളുകളെ എല്ലാം തന്നെ സമൻസ് നൽകി ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കമാണ് ഏതായാലും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കേസിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ വലിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി അറിയേണ്ട പ്രധാന ചില കാര്യങ്ങളിൽ ഒന്ന്, ഈ ആളുകൾക്ക് ഇതിൽ ഇടപാടുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യമാണ്. ഈ കുറിച്ച് വാഹനക്കടത്ത് സംഘത്തിനെ കുറിച്ച് ഇവർക്ക് അറിവുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള വാഹനങ്ങൾ, ഇങ്ങനെ കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ അത് മറ്റ് നടപടികളിലേക്ക്, കസ്റ്റംസിന്റെ സ്വാഭാവികമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും. ഏതായാലും ഇവയെല്ലാം തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റംസിന്റെ കൊച്ചി ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശരി, ഭൂട്ടാൻ വഴിയുള്ള വാഹനക്കടത്തിൽ വിശദമായ അന്വേഷണവുമായി കസ്റ്റംസ് മുന്നോട്ട് പോവുകയാണ്. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകളെ ഉടൻ ചോദ്യം ചെയ്യും. വാഹനങ്ങൾ വിതരണം ചെയ്ത ഡീലർമാരെയും ചോദ്യം ചെയ്യും. വാഹനം വാങ്ങിയ ചിലർക്ക് വാഹനക്കടത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നതായാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്നാണ് കസ്റ്റംസ് ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമാക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ബീഹാറിൽ ചേരും. ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പാട്നയിൽ ചേരുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട. വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ വോട്ടർ പട്ടിക ഈ മാസം അവസാനത്തോടു കൂടി പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇന്ന് ഈ പ്രവർത്തക സമിതി യോഗം ചേരുന്നത്? പാട്നയിൽ ഇത്തരത്തിൽ യോഗം ചേരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ്. അവിടുത്തെ സംഘടനാ സംവിധാനം ശക്തമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഏത് തരത്തിലായിരിക്കണം ഇനി പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നലെ KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത് പ്രധാന അജണ്ട എന്നുള്ളത് ഈ പറയുന്ന കാര്യങ്ങളല്ല. അതായത് ഈ വോട്ട് മോഷണമാണ് പ്രധാന അജണ്ട. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് അതിലേക്ക് ചർച്ചയായി വരും എന്നത് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീഹാർ
ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ്. പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും ഈ വോട്ടർ പട്ടിക, അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുന്നതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ആ സമയത്തേക്ക് കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ അവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ ചലിപ്പിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക, അതിന് മറ്റു പാർട്ടികളുമായി കൂടുതൽ സഹകരണം ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ കൂടുതൽ സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾ സംബന്ധിച്ചും അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും വിവരങ്ങൾ പുറത്തുവിടേണ്ടതാണ്. അത് ഏത് തരത്തിലായിരിക്കണം ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എത്ര സീറ്റുകളിൽ മത്സരിക്കണം എന്നുള്ളത് വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ നൽകിയ സീറ്റുകൾ പൂർണ്ണമായും ഇത്തവണ നൽകാൻ ഏതായാലും ഈ ഘട്ടത്തിൽ തേജസ്വി യാദവ് തയ്യാറാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ RJD അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാരണം ആ കൃത്യമായ സീറ്റുകൾ നൽകിയിട്ടും അതിൽ പൂർണ്ണമായും വിജയിച്ച് മുന്നേറാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. 19 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. ആ ഒരു പശ്ചാത്തലത്തിൽ അധിക സീറ്റുകൾ കോൺഗ്രസിന് നൽകിയാൽ അത് വിജയത്തെ അടക്കം ബാധിക്കുമെന്നുള്ളതാണ് RJD നിലപാട്. ആ ഒരു സാഹചര്യത്തിൽ അക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കും. സ്വാഭാവികമായും കോൺഗ്രസിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ 60 സീറ്റെങ്കിലും ലഭിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത്രയും സീറ്റുകൾ നൽകാൻ കഴിയില്ല. എല്ലാ സീറ്റിലും ഒറ്റക്ക് മത്സരിക്കുക എന്ന നിലപാടിലേക്ക് തേജസ്വി യാദവ് ഒക്കെ തന്നെ എത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് RJDയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അതുകൊണ്ടാണ് ഒരു വലിയ കൂടിയാലോചന അത് ബീഹാറിൽ തന്നെ തുടങ്ങട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്. ഈ വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സംഘടനാ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ ഘടകങ്ങൾ സംബന്ധിച്ച കൂടുതൽ പൊളിച്ചെഴുത്തുകളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. DCCകളിലൊക്കെ തന്നെ കേരളത്തിലടക്കം DCC പുനഃസംഘടന അടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ കേരളത്തിലുള്ള നേതാക്കൾ ഉയർത്തിയേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും വിശാലമായ യോഗം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പ്രധാന അജണ്ട ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കോൺഗ്രസ് അത് നിഷേധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് അത് പൂർണ്ണമായും അതിലേക്കല്ല പോകുന്നതെങ്കിലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കണം പാർട്ടിയുടെ നിലപാടുകൾ, എത്രത്തോളം സീറ്റുകൾ ചോദിക്കണം, ഏത് തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഒപ്പം തന്നെ വോട്ടർ പട്ടിക കൃത്യമായി ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമ്പൂർണ്ണ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് അതിനെ പൂർണ്ണമായി അത് പ്രസിദ്ധീകരിക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. ഇനി കോടതിയിലേക്ക് പോവുക അത്ര പ്രായോഗികമല്ല. കോടതി കേസുകൾ പരിഗണിക്കുന്നുണ്ട്. എന്തെങ്കിലും ആശങ്കകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും യോഗത്തിന്റെ അജണ്ട. അമ്പിളി, പ്രശാന്ത് സൂചിപ്പിച്ച പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വോട്ടുചേരി യാത്രയിലൊക്കെ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യമൊക്കെ ബീഹാറിൽ ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് RJD നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 243 സീറ്റുകളാണുള്ളത് ബീഹാറിൽ. അപ്പോൾ കോൺഗ്രസ് ഇതിൽ എത്ര സീറ്റുകളിൽ മത്സരിക്കും? കാരണം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയൊരു പ്രകടനം കാഴ്ചവെക്കാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം വലിയൊരു വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ തയ്യാറാകും RJD? ആ രീതിയിലൊക്കെ എങ്ങനെയാണ് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുക? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യവും വോട്ടുചേരി അടക്കം വലിയ രീതിയിൽ പ്രചാരണത്തിന് വരുന്ന ഒരു സാഹചര്യമൊക്കെയാണല്ലോ ബീഹാറിൽ നിലവിലുള്ളത്. അപ്പോൾ ഈ 2 യാത്രകൾ ബീഹാറിൽ നടത്തിയത് ശ്രദ്ധിക്കണം. ഒന്ന് വോട്ടർ അധികാര യാത്ര, അതോടൊപ്പം തന്നെ ബീഹാർ അധികാര യാത്ര. വോട്ടർ അധികാര യാത്ര രാഹുൽ ഗാന്ധിയാണ് നടത്തിയത്. ബീഹാർ അധികാര യാത്ര തേജസ്വി യാദവാണ് നടത്തിയത്. തേജസ്വി യാദവ് യാത്ര നടത്തിയ സ്ഥലങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 60ഓളം മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നുപോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് BJPക്ക് അടക്കം സ്വാധീനമുള്ള അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൂടെയാണ്. അവർ ജയിച്ച മണ്ഡലങ്ങളിലൂടെയായിരുന്നു RJDയുടെ യാത്ര കടന്നുപോയത്. അതായത് കൂടുതൽ മണ്ഡലങ്ങളിൽ RJD മത്സരിക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് അതോടെ പുറത്തു വന്നത്. മാത്രമല്ല തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെ RJD തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ RJDയുടെ നിലപാട് കൂടുതൽ ഒരുപക്ഷെ സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസുമായി വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായിരിക്കും. പക്ഷേ മറ്റൊരു പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരരുത് എന്നൊരു നിലപാട് RJDക്കുണ്ട്. അതുകൊണ്ടാണ് തേജസ്വി യാദവ് തന്നെ പൂർണ്ണമായും ഈ യാത്രയുടെ നേതൃത്വത്തിലേക്കും ഒപ്പം തന്നെ ഇത് നയിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ വരികയും ഒക്കെ ചെയ്തത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ ഇല്ലെങ്കിൽ പോലും 60 സീറ്റെങ്കിലും ലഭിക്കണമെന്നാണ്. കഴിഞ്ഞ തവണ 70 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. ആ 70 സീറ്റിലാകെ 19 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ഇത്തരമൊരു സഖ്യത്തിലേക്ക് പോകുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്തില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. മാത്രമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നത് ഗുണം ചെയ്യില്ല എന്ന് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നു. പക്ഷേ കോൺഗ്രസ് നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാടുകളും പ്രതിഷേധവും ഒക്കെ തന്നെ ശക്തമാക്കുകയും വോട്ടർ അധികാര യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു വിലപേശലിലേക്ക് പോകുന്നത്. ഏതായാലും ഈ സഖ്യത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഏത് പാർട്ടിയാണ് നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അകൽച്ചയിലേക്ക് പോകില്ല. കാരണം ഇത് കോൺഗ്രസും RJDയും മാത്രമുള്ളതല്ല. ഇന്ത്യ സഖ്യമുണ്ട്, CPM ഉണ്ട്, CPML ഉണ്ട്. അങ്ങനെ നിരവധിയായ ചെറുകക്ഷികൾ കൂടി ചേർന്നുകൊണ്ടുള്ള
പാർട്ടികൾ, ഇടത് പാർട്ടികളൊക്കെ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധനകൾ നടത്തിയായിരിക്കും ഒരു സീറ്റ് ചർച്ചയിലേക്ക്, സീറ്റ് വിഭജനത്തിലേക്കൊക്കെ തന്നെ എത്തുക. അമ്പിളി, ശരി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ബീഹാറിൽ ചേരും. ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പാട്നയിൽ ചേരുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട. വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത്. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ്. ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്താൻ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ പരിശോധനാ സംവിധാനം ഒരുങ്ങിയിട്ടുള്ളത്. കോട്ടയം തലപ്പാടിയിലെ MG സർവകലാശാല ക്യാമ്പസിലാണ് പരിശോധനാ സംവിധാനം ഉള്ളത്. അമീബിക് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെയും സ്മോൾ ആനിമൽ ഹൗസിന്റെയും ഉദ്ഘാടനം ഈ മാസം 26 നടക്കും. ഇരു സംവിധാനങ്ങളും കേരളത്തിലെ ആരോഗ്യ ഗവേഷണ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു പ്രധാന കാൽവെപ്പാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സർവകലാശാല അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര നിർണയത്തിനായി കൂടുതൽ ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും ആവശ്യമായി വരുന്ന പശ്ചാത്തലത്തിലാണ് മഹാത്മാഗാന്ധി സർവകലാശാല അമീബിക് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ സജ്ജമാക്കിയിരിക്കുന്നത്. സർവകലാശാലയുടെ പുതുപ്പള്ളി തലപ്പാടി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് പരിശോധന സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്താനുള്ള നവീന ജലപരിശോധനാ സൗകര്യമാണിത്. ബയോമെഡിക്കൽ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടമാണ് മുന്നിലുള്ളതെന്ന് MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ പറഞ്ഞു. മസ്തിഷ്ക ജ്വരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് തന്നെ ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യമായി ഏറ്റെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഈ അമീബിക് ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ജലാശയങ്ങളിൽ നിന്ന് അമീബയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റിംഗ് കിറ്റും IUCBR ആൻഡ് SSH വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗവ്യാപന സാധ്യതകൾ നേരത്തെ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കാനും ഇതിലൂടെ കഴിയും. തലപ്പാടി ക്യാമ്പസിൽ 5 കോടി രൂപ ചെലവിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ സ്മോൾ ആനിമൽ ഹൗസും സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ എലികളെയും മറ്റുമാണ് ഇവിടെ പരിപാലിക്കുക. ആധുനിക കൂടുകൾ, ആനിമൽ ബിഹേവിയറൽ റിസർച്ച് ഉപകരണങ്ങൾ, ബയോമെഡിക്കൽ ഗവേഷണത്തിനുള്ള വിപുലമായ സൗകര്യങ്ങൾ എന്നിവയാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ബയോമെഡിക്കൽ മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്മോൾ ആനിമൽ ഹൗസ്. അതിൻ്റെ പ്രത്യേകത ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനുശേഷം അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആനിമൽ ഹൗസ് ഉണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഇത്രയും വലിയ അനിമൽ ഹൗസ് രണ്ടാമത്തതാണ് കേരളത്തിൽ തന്നെ ഉള്ളത്. ഒരു ഒട്ടനവധി ഫെസിലിറ്റീസ് ഉള്ള ഒരു അനിമൽ ഹൗസാണ്. ഈ മാസം 26 നടക്കുന്ന ചടങ്ങിൽ സ്മോൾ ആനിമൽ ഹൗസിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദുവും അമീബിക് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി VN വാസവനും നിർവഹിക്കും. അമൃത ന്യൂസ്, കോട്ടയം. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വര ഭീഷണിക്കെതിരായ ജാഗ്രതാ നടപടികളുടെ ഭാഗമായി തൃശൂരിൽ ചൂണ്ടൽ പഞ്ചായത്തിലെ 3 കുളങ്ങളിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ട്. തായങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും പയ്യൂർക്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെയും ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിലുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിർദ്ദേശം ലഭിക്കും വരെ ആളുകൾ കുളത്തിലിറങ്ങരുതെന്ന് കാണിച്ച കുളങ്ങളുടെ മതിലിൽ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് പതിച്ചിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈയിടെ തായങ്കാവ് ക്ഷേത്രക്കുളത്തിന് വൻ പ്രചാരം ലഭിച്ചിരുന്നു. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേരെത്തി കുളത്തിൽ നീന്തുകയും കുളിക്കുകയും റീൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനാരോഗ്യ നിയമപ്രകാരം പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ബേസ് ചെയ്തും നീന്തൽ കുളങ്ങളിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രോഗം വരുന്നതിന് മുമ്പ് രോഗാവസ്ഥയെ തടയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്കിവിടെ ആർക്കും തന്നെ രോഗലക്ഷണങ്ങളോ രോഗങ്ങളോ ഇല്ല. വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്ത് ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ജനങ്ങൾ അധികം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായ നീന്തൽ കുളങ്ങൾ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു എന്ന് മാത്രം. നമ്മുടെ പഞ്ചായത്ത് എപ്പോഴും ജനങ്ങളെപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ ഈ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതേസമയം വിവിധ മേഖലകളിലായി ജനങ്ങളുടെ ബോധവൽക്കരണം തുടരുകയാണെന്ന് കളക്ടർ അറിയിച്ചു. എന്നാൽ രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പൊതുവായ നടപടിയാണ് ചൂണ്ടലിൽ സ്വീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പും അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.
ഈ GST നിരക്കിളവ് പ്രാബല്യത്തിൽ വന്നതോടുകൂടി അതിൻ്റെ ഉപയോഗം ഉപഭോക്താക്കൾക്ക് കിട്ടിത്തുടങ്ങിയോ എന്നുള്ളതാണ് വലിയ കാര്യം. പക്ഷേ കുടുംബ ബജറ്റിൽ വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു GST ഇളവ് പ്രാബല്യത്തിൽ വന്നെങ്കിലും ഇതിൻ്റെ ഫലം ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായി ലഭിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. 12%, 28% സ്ലാബുകൾ എടുത്തു കളഞ്ഞതോടെ ഭൂരിഭാഗം നിത്യോപയോഗ സാധനങ്ങൾക്കും കാര്യമായും വില കുറയും. തുടക്കത്തിലെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ സാധാരണക്കാർക്ക് ഇതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങൂ. GST ഇളവ് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഗുണം ചെയ്യുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നടപടിയാണെങ്കിലും ഇത് ഫലത്തിൽ നടപ്പിലാവാൻ സമയമെടുക്കും. കാരണം GST ഇളവ് നടപ്പാക്കുന്നത് സങ്കീർണമായ നടപടിയാണ്. ഓരോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമും അവരുടെ കൈവശമുള്ള ഓരോ സാധനത്തിൻ്റെയും വിലയും നികുതിയും മാറ്റണം. ഡിജിറ്റൽ കാറ്റലോഗുകൾ പുതുക്കണം, ബാർകോഡ് പുതുക്കണം. MRP വിവരങ്ങളുള്ള പാക്കേജിംഗ് നേരിട്ട് തന്നെ ജോലിക്കാർ മാറ്റേണ്ടി വരും. ഒരു പാക്കറ്റിലെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയാൽ പിഴ വന്നേക്കാം. അതിന്റെ പേരിൽ GST ക്രെഡിറ്റ് നിഷേധിക്കപ്പെടാം. 10,000-കണക്കിന് സാധനങ്ങളിലാണ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ വില തിരുത്തേണ്ടി വരുന്നത്. വിതരണക്കാരന്റെ രേഖകളിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ കച്ചവടക്കാർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവകാശപ്പെടാനാകില്ല. മേലിൽ എന്ത് നിയമ ഭേദഗതി വരുത്തുണ്ടെങ്കിലും ഫിനാൻഷ്യൽ ഇയറിൽ പ്രാബല്യത്തിലാക്കിയിട്ട് ബഡ്ജറ്റ് പറഞ്ഞാൽ ഏപ്രിൽ 1 അങ്ങനെ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ കുറേ അവ്യക്തതകളും സങ്കീർണതകളും കുറയ്ക്കാൻ കഴിയും. കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എത്ര പഴക്കമുള്ള സാധനമായാലും GST ഇളവിന്റെ പരിധിയിൽ വരുന്നതിനാൽ തിരക്കിനൊപ്പം ആശയക്കുഴപ്പവും ഏറിയിട്ടുണ്ട്. ഉപഭോക്താവ് വില കൊടുത്ത് വാങ്ങുമ്പോഴാണ് ഈടാക്കുന്നത്. അതിനാൽ വില എത്രയായാലും അതെപ്പോൾ രേഖപ്പെടുത്തിയതായാലും ഇളവ് നൽകാൻ ബാധ്യസ്ഥരായതിനാൽ ബില്ലിംഗ് സംവിധാനം കമ്പ്യൂട്ടറിലാക്കിയ സ്ഥാപനങ്ങളാണ് വലയുന്നത്. മിക്ക സ്ഥാപനങ്ങളും വിജ്ഞാപനം വന്ന ശേഷമാണ് GST കമ്പ്യൂട്ടറിൽ ക്രമീകരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പലർക്കും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇന്ധന വിലയടക്കം GST പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് വ്യാപാരി സമൂഹത്തിന്റെ ആവശ്യം. പെട്രോൾ ഉൽപ്പന്നങ്ങളോടുകൂടി ഇതിൽ കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഗുണകരമായിരിക്കും. നികുതി കുറയല്ല കൂടുക ചെയ്യാം. മറ്റൊന്ന്, നികുതി ചോർച്ച കുറയും. വരുമാനം വർദ്ധിക്കാനുള്ളത് നികുതി വർദ്ധിപ്പിക്കുക മാത്രമല്ല, നികുതി ചോർച്ച തടയുന്ന വലിയൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ധനം കുറച്ചാൽ നികുതി കൊടുക്കുന്ന ആശങ്ക അസ്ഥാനത്താണ്. കാരണം അത്രയും നമ്മുടെ കൂടും. ഇപ്പോൾ നമ്മൾ KSRTC ഉൾപ്പെടെ ഇന്ധനം നിറയ്ക്കുന്നത് കർണാടകയിൽ നിന്നും വാങ്ങിക്കുന്നതാണ്. അതേസമയം തുടക്കത്തിലെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതോടെ ഉപഭോക്താക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് തന്നെയാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. KSRTCയും സ്വകാര്യവൽക്കരണത്തിലേക്ക്. KSRTCയിലെ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് നടത്താൻ സ്വകാര്യ കമ്പനിയെ ചുമതലപ്പെടുത്തി. ആദ്യഘട്ടം 20% പങ്കാളിത്തമാണ് ആന്ധ്രയിലെ കമ്പനിക്ക് കൈമാറിയിട്ടുള്ളത്. കൊറിയർ സർവീസിൽ സ്വകാര്യ കമ്പനിക്ക് പങ്കാളിത്തം നൽകിയത് KSRTC അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ലാണ് KSRTCയുടെ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് ആരംഭിച്ചത്. 16 മണിക്കൂറിനകം ഉരുപ്പടികൾ ബസ്സിൽ യഥാസ്ഥാനത്തെത്തിക്കുന്നതാണ് പദ്ധതി. പ്രതിമാസം 60 മുതൽ 70 ലക്ഷം വരെ KSRTCക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന കൊറിയർ സർവീസാണ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത്. ആന്ധ്രയിലെ സിങ്ക് സൊല്യൂഷൻ കമ്പനിയാണ് ഇനി മുതൽ 20% പങ്കാളിത്തത്തിന്റെ ഉടമ. തിരുവനന്തപുരം, പൊന്നാനി ഉൾപ്പെടെയുള്ള KSRTC ഡിപ്പോകളിൽ സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാർ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. KSRTCയിലെ 110 എംപാനൽ ജീവനക്കാരായിരുന്നു ഉരുപ്പടികൾ കൈകാര്യം ചെയ്തിരുന്നത്. സ്വകാര്യ കമ്പനിക്ക് പങ്കാളിത്തം നൽകിയതോടെ 60% എംപാനൽ ജീവനക്കാർക്ക് ജോലി നഷ്ടമാവും. നിലവിൽ വടക്കൻ ജില്ലകളിൽ കൊറിയർ സർവീസ് താളം തെറ്റിയിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് ജോലിയില്ല എന്ന് പറയുകയും അതല്ലെങ്കിൽ KSRTCക്ക് വരുമാനമില്ല എന്ന് പറയുകയും KSRTCയിൽ നിന്ന് വരുമാനം കൂടുതൽ ലഭിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റും നമ്മളോടൊക്കെ പറയുന്ന സമയത്താണ് ഒരു വരുമാന മാർഗം സ്വകാര്യ ഏജൻസികൾക്ക് നൽകുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും KSRTCയും സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഈ മാസം 10 മുതൽ ഭാഗികമായാണ് കൊറിയർ സർവീസ് പ്രവർത്തിച്ചത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ പൂർണ്ണമായോ ഭാഗികമായോ നിലച്ചിട്ടുണ്ട്. സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയാണ് കൊറിയർ സർവീസ് താളം തെറ്റിച്ചെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത്. പൂർണ്ണമായും സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്ന കാര്യം പരിഗണനയിലില്ലെന്നും കൊറിയർ സർവീസ് കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് KSRTC അധികൃതരുടെ നിലപാട്. ഗതാഗത മന്ത്രിയുടെ വലിയ അവകാശവാദങ്ങൾക്കിടെയാണ് KSRTCക്ക് മെച്ചമുണ്ടായിക്കൊണ്ടിരുന്ന കൊറിയർ സർവീസ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത്. KSRTCക്ക് ഇതുകൊണ്ട് ലാഭമോ അതോ നഷ്ടമോ? ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.
ഇനിയൊരു വാഹനാപകടം സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം വട്ടപ്പാറ മരുതൂർ പാലത്തിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയും ബസ്സും നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. 20ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. വാഹനത്തിൽ കുരുങ്ങിക്കിടന്ന ഡ്രൈവർമാരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ വാഹനം റോഡിൽ നിന്ന് മാറ്റാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ആ വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ലോറിയും അതുപോലെ തന്നെ KSRTC ബസ്സും തമ്മിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം വലിയൊരു അപകടമാണ് അത്? ഈ അപകടം സംഭവിക്കുന്നത് എപ്പോഴാണ്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകുന്നത്? അമ്പിളി, ഈ വട്ടപ്പാറ മരുതൂർ പാലത്തിൽ വെച്ചാണ് KSRTC ബസ്സും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടാകുന്നത്. പുലർച്ചെ രാവിലെ 5:45 ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും മൂഴിയാറിലേക്ക് പോകുന്ന ബസ്സായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ ലോറിയും ബസ്സും പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു. നേർക്ക് വന്നതിന് ശേഷം കൂട്ടിയിടിക്കുകയായിരുന്നു. നിലവിൽ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 13 പേർ മെഡിക്കൽ കോളേജിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ഡ്രൈവർമാർക്കും അല്പം ഗുരുതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. ഈ രണ്ട് ഡ്രൈവർമാരും ഈ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഫയർഫോഴ്സ് ഇവരെ രക്ഷപ്പെടുത്തി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ പരിക്കേറ്റവരെല്ലാം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രികളിൽ മാറ്റിയിട്ടുണ്ട്. അതിൽ 13 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഈ ഇരു വണ്ടികളിലെയും ഡ്രൈവർമാർ ഈ വണ്ടിയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഇരു വാഹനങ്ങളും ഈ റോഡിൽ നിന്ന് മാറ്റുവാനുള്ള ശ്രമം ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ഇത്തരത്തിൽ ഇരു വാഹനങ്ങളും മാറ്റിയതിനു ശേഷം ഗതാഗതം പുനഃക്രമീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ ഒരു ആശ്വാസകരമായ വാർത്ത, ഈ യാത്രക്കാരുടെ പരിക്ക് അത്രത്തോളം ഗുരുതരമല്ല എന്നുള്ളതാണ്. പക്ഷേ ഡ്രൈവർമാരുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആതിര സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് രണ്ട് വാഹനങ്ങളുടെയും KSRTC ബസ്സിന്റെയും ലോറിയുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. എങ്ങനെയാണ് ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട്? എങ്ങനെയാണ് നേർക്കുനേർ ഇടിക്കുന്നത്? എങ്ങനെയാണ് അത് സംബന്ധിച്ച് ഒക്കെ നൽകുന്ന ഒരു വിവരം എങ്ങനെയാണ്? അമ്പിളി, ഈ ഇരു വാഹനങ്ങളും വേഗതയിൽ കൊണ്ടിരിക്കുമ്പോൾ നേർക്കുനേർ ഇടിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന കാര്യം സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല. ഒരു പ്രാഥമികമായ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അന്വേഷണത്തിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതായാലും പുറത്തു വരിക. നിലവിൽ ഈ ഇരു വാഹനങ്ങളുടെയും മുൻവശം വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. KSRTC ബസ്സിന്റെയും ലോറിയുടെയും മുൻവശം വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. ഏതായാലും ഈ ഇരു ബസ്സിലെ വാഹനങ്ങളിലെയും ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണ്. അവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. ആ സമയത്തായിരിക്കും വ്യക്തമായുള്ള ഒരു ചിത്രം നമുക്ക് ഈ അപകടത്തെ സംബന്ധിച്ച് ലഭിക്കുക. നിലവിൽ ഏതായാലും ഈ വാഹനങ്ങളും ഈ റോഡിൽ നിന്നുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം വട്ടപ്പാറയിലാണ് KSRTC ബസ്സും ലോറിയും ഇടിച്ച് വാഹനാപകടമുണ്ടായിരിക്കുന്നത്. ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്ക് ഗുരുതര പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പരിക്കേറ്റ 20 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് സാരമായ പരിക്കാണെന്നാണ് ആതിര റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്നതോടെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. SIR കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോട്ടയം ജില്ലയിലെ പാലാ മേവിടയിൽ നടന്ന കലിംഗ സൗഹൃദ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ശബരിമലയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് വ്യക്തമായ ഡിസൈൻ ഉണ്ടെന്നും എന്നാൽ ഫെഡറലിസം മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇടപെടാത്തതെന്നും പറഞ്ഞ സുരേഷ് ഗോപി യൂണിഫോം സിവിൽ കോഡ് വരുന്നതോടെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരുമെന്നും കൂട്ടിച്ചേർത്തു. ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ വരുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കായി പ്രത്യേക ബില്ലും പിന്നാലെ വരും. കേന്ദ്രത്തിൽ ദേവസ്വം വകുപ്പും വരും. ക്ഷേത്രങ്ങൾ അതിന് കീഴിലാകുമെന്നും സുരേഷ് ഗോപി പാലായിൽ പറഞ്ഞു. അദ്ദേഹത്തിന് നല്ല വ്യക്തമായ ഡിസൈൻ ഉണ്ട്. പക്ഷെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം അമിത്ഷാജിയാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, दोस्तों यूनिफॉर्म सिविल कोड आएगा, जरूर आएगा. ഒരു ദേവസ്വം വകുപ്പ് കേന്ദ്രത്തിൽ വന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. SIR ഒരു ശുദ്ധീകരണ സംവിധാനമാണ്. ബീഹാറിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും അത് വരും. ജനങ്ങളെ സംശയത്തിന്റെ ആഴക്കടലിൽ തള്ളിയിടുന്ന നുണപ്രചരണങ്ങൾക്കുള്ള കറുതീർന്ന പരിഹാരമാണ് SIR എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുഞ്ഞുങ്ങളെ നല്ല പൗരന്മാരായി മാറ്റുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് ചെറുതല്ല. അതിനായാണ് അമ്മ അമൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചത്. രാജ്യത്തെ 86 സ്കൂളുകളിലൂടെ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് മാതാ അമൃതാനന്ദമയി മഠവും അമ്മയും ഉറപ്പാക്കുന്നത്. വിദ്യാഭ്യാസവും ആരോഗ്യമാണ് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യം. ഇവ രണ്ടും നന്നായാൽ ആ രാജ്യം വികസനത്തിന്റെ പാതയിലെത്തും. വിദ്യാസമ്പന്നമായ പുതിയ തലമുറയെ വാർത്തെടുക്കാനാണ് അമ്മ പ്രാധാന്യം നൽകുന്നത്. ഇന്ത്യയിലൊട്ടാകെ 36 അമൃത സ്കൂളുകളിലായി 88,000-ഓളം വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസം നേടുന്നത്. അമൃത വിദ്യാലയം, അമൃത ഗ്ലോബൽ സ്കൂൾ, അമൃത ഇന്റർനാഷണൽ സ്കൂൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായാണ് സ്കൂളുകളെ തിരിച്ചിരിക്കുന്നത്. എല്ലാ സ്കൂളുകളിലുമായി 4,500-ഓളം അധ്യാപകരും 1,500-ലധികം ജീവനക്കാരുമുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അമൃത സ്കൂളുകൾ ഉറപ്പാക്കുന്നതെന്ന് ഓൾ കേരള അമൃത വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറായ GS സജികുമാർ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുട്ടി പിറന്നാൽ അവൻ്റെ ആദ്യ അക്ഷരം മുതൽ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തുന്നത് വരെയുള്ള ഒരു ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് അമൃത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ ലിവിങ്, ഇതാണ് അമ്മ പറയുന്ന ആപ്തവാക്യം. അതനുസരിച്ച് ഒരു ലോകോത്തര നിലവാരത്തിൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ കുട്ടികളുടെ ക്യാരക്ടർ മോൾഡ് ചെയ്ത് എടുക്കുന്നതിൽ ഇന്ന് നമ്മുടെ ഈ വിദ്യാലയങ്ങൾ ഏറെ മുന്നിലാണ്. അമൃത വിദ്യാലയങ്ങളുടെ മികവിന് ഒട്ടേറെ ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പഠനത്തിലും കായിക രംഗത്തും കലാരംഗത്തും മികച്ച പ്രകടനമാണ് അമൃതയിലെ വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നത്. രാജ്യത്തെ അമൃത വിദ്യാലയങ്ങളുടെ പ്രവർത്തനം സംയോജിപ്പിക്കുന്നത് വിദ്യാലയങ്ങളുടെ GM കൂടിയായ സ്വാമിനി മാതൃപ്രിയാമൃത പ്രാണയാണ്. അക്കാദമിക് രംഗത്തെ മികവും വ്യക്തിത്വ വികസനവും ഒപ്പം മാനുഷിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് അമൃത വിദ്യാലയങ്ങൾ കുട്ടികളെ പ്രാപ്തരാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുമായി മാതാ അമൃതാനന്ദമയി മഠം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി 6000 നിർധന കുടുംബങ്ങൾക്കാണ് സൗജന്യമായി മാതാ അമൃതാനന്ദമയി മഠം ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകുക. മഠത്തിന്റെ അമലഭാരതം പദ്ധതിയുടെ ഭാഗമായാണ് ഈ ബൃഹത് സംരംഭം. ഇന്ത്യയിലുടനീളം വെളിയിട വിസർജന വിമുക്ത ഗ്രാമങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മഠത്തിന്റെ ഗ്രാമീണ ശാക്തീകരണ പദ്ധതിയായ അമൃത സെർവിലൂടെ ഇതിനോടകം തന്നെ രാജ്യത്തെ നിരവധി ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് ശൗചാലയങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ മാസം 27-ന് കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന അമ്മയുടെ ജന്മദിനാഘോഷ ചടങ്ങിൽ സാമൂഹ്യ സേവന പദ്ധതികളുടെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി പറഞ്ഞു. അതൊരു 6000 ടോയ്ലറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടക ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് 6000 ടോയ്ലറ്റുകൂടെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കാൻ അന്ന് പ്രഖ്യാപിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് അവർക്ക് കെട്ടിട നിർമ്മാണത്തിൽ ആവശ്യമായ നൈപുണ്യ പരിശീലനവും മഠം നൽകി വരുന്നു. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി നിരവധി ഗ്രാമങ്ങൾ വെളിയിട വിസർജന വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ 2015-ൽ ഭാരത സർക്കാർ ആവിഷ്കരിച്ച സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിക്ക് ഗംഗാനദിയുടെ തീരങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിനായി അമ്മ 100 കോടി രൂപ സംഭാവന നൽകിയിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം. ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളെ വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിയണം.
സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ സന്ദേശം പുതിയ തലമുറയിലൂടെ നടപ്പിലാക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. ഉള്ളിലെ കാരുണ്യം സമൂഹത്തിന് പകർന്നു നൽകി ഗ്രാമങ്ങളെ പാഠപുസ്തകമാക്കുന്ന വിദ്യാർത്ഥികൾ. അമ്മയുടെ ജന്മദിനാഘോഷവേളയിൽ ഈ മഹത്തായ ആശയം മുൻനിർത്തിയുള്ള അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിനാകമാനം മാതൃകയാണ്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസുകളിൽ ഗ്രാമങ്ങളെ അറിയാനും ഗ്രാമങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമായാണ് ലിവ് ഇൻ ലാബ്സ് എന്ന പാഠ്യപദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അക്കാഡമിക് പഠനത്തിലൂടെ സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുക എന്ന അമ്മയുടെ ആശയം ഈ പാഠ്യപദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി. ഗ്രാമങ്ങളിൽ ചെന്ന് അവിടെ ജീവിച്ച് ഗ്രാമങ്ങളെ എന്താണെന്ന് തിരിച്ചറിയുന്നു. ഇതാണ് ആദ്യഘട്ടം. പിന്നീട് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ വിശകലനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്തുന്നത് രണ്ടാം ഘട്ടം. വിദഗ്ധ വിശകലനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞുവരുന്ന പ്രശ്ന പരിഹാര മാർഗങ്ങൾ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്നതാണ് മൂന്നാം ഘട്ടം. അവർ ഗ്രാമങ്ങളിൽ പോയി 1-2 ആഴ്ച അവരോട് താമസിച്ച് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവർക്ക് അത് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ അവർ പഠിച്ച ടെക്നോളജി വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നു. അതൊരു വശത്ത്. അതേസമയം അവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് അതൊരു ലിവ് ഇൻ ലാബ്സ്. അതായത് നമ്മുടെ ലാബ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ ജീവിതം. അതിലൂടെ അവരുടെ ജീവിതത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. 2013 മുതലാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിലുള്ള ക്യാമ്പസുകളിൽ ലിവ് ഇൻ ലാബ്സ് പാഠ്യപദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ 2800-ൽ പരം ഗ്രാമങ്ങളുടെ വികസനം അമ്മയുടെ ഈ ആശയത്തിലൂടെ യാഥാർത്ഥ്യമായി. വിദ്യാഭ്യാസം ജീവിതത്തിന് എന്ന അമ്മയുടെ ആശയം പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തെ അറിവുകൾക്കൊപ്പം ജീവിതം പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഓരോ ഗ്രാമങ്ങളും. നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഗ്രാമത്തിലുള്ളത്. ലൈക്ക് നമ്മൾ കാണുന്ന ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല. അവിടെ ചെന്ന് നമ്മൾ ഗ്രാമം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ച അവർ ലിവിങ് കണ്ടീഷൻസ്, അപ്പോൾ ഇവരുടെ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പ്രോബ്ലം ട്രീ ഉണ്ടാക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് എന്ത് സൊല്യൂഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വാട്ടർ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഞങ്ങളിപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം ഫസ്റ്റ് ലിവ് ഇൻ ലാബ്സ് ആണ് നമ്മൾ പോയത്. അപ്പോൾ ലിവ് ഇൻ ലാബ്സ് ആക്ച്വലി 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. ലിവ് ഇൻ ലാബ്സ് 1 ഉണ്ട്, ലിവ് ഇൻ ലാബ്സ് 2 ഉണ്ട്. ലിവ് ഇൻ ലാബ്സ് 1 ഈസ് നമ്മൾ അവിടെ പോയിട്ട് സൊല്യൂഷൻ, ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക, ആ പ്രോബ്ലമിൻ്റെ സൊല്യൂഷൻ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ തിരിച്ച് വന്നിട്ട് 2ാമത്തെ പ്രാവശ്യം പോയിട്ട് ആ സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെയാണ് നോർമലായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ട് നമുക്ക് മനസ്സിലായി മഷ്റൂം ഫാമിംഗ് ഒന്ന് പറ്റും. ബിക്കോസ് മഷ്റൂം ഫാമിംഗ് നിറയെ പൈസ കിട്ടും. പിന്നെ അവർക്ക് പാഡി സ്ട്രോ എല്ലാ പ്രാവശ്യം കിട്ടും. ആ പാഡി സ്ട്രോ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു പാഡി സ്ട്രോ ഇല്ലെങ്കിൽ ഒരു 120 രൂപ ആവും ഒരു ബെഡ് ആക്കാൻ. പക്ഷേ ഒരു പാഡി സ്ട്രോ ഉണ്ടെങ്കിൽ ഒരു 60 രൂപ ആവും. ഗ്രാമവികസനവും സമൂഹ നന്മയും ലക്ഷ്യമാക്കിയാണ് അമ്മ ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്തത്. ഇതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായവും സഹകരണവും അമ്മ ഉറപ്പുവരുത്തുന്നു. രാജ്യത്തെ സുസ്ഥിര വികസനവും നവീകരണവും ഉറപ്പുവരുത്തുന്ന ഇത്തരം പാഠ്യപദ്ധതിക്കുള്ള അംഗീകാരം എന്ന നിലയിൽ അമൃത വിശ്വവിദ്യാപീഠത്തിന് യുനെസ്കോ ചെയർ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള ലിവ് ഇൻ ലാബ്സിനു പുറമെ E4 ലൈഫ് എന്ന PhD പ്രോഗ്രാമും അമൃത വിശ്വവിദ്യാപീഠം നടത്തിവരുന്നു. അമൃത ന്യൂസ്, കൊല്ലം. എഴുപത്തിരണ്ടാം ജന്മദിനത്തിലേക്ക് കടക്കുന്ന അമ്മയ്ക്ക് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും അമ്മയെ ഓർത്തെടുക്കുകയും അതുപോലെ തന്നെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളൊക്കെ നേരുകയാണ്. തനിക്ക് സ്വന്തം അമ്മയെ പോലെയാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ഡൽഹിയിലെ കേരള സർക്കാർ പ്രതിനിധിയുമായ KV തോമസ്. അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരിക്കൽ ജീവൻ തിരിച്ചുകിട്ടി. അമ്മ ലോകത്തിന്റെ അമ്മയാണ്. അമ്മയുടെ വളർച്ച ആധ്യാത്മികമായ വളർച്ചയാണെന്നും പിറന്നാൾ ആശംസകൾ നേർന്ന് അദ്ദേഹം പറഞ്ഞു. അമ്മയെന്ന് എല്ലാവരും സ്നേഹപൂർവം ഭക്തിപൂർവം വിളിക്കുന്ന മാതാ അമൃതാനന്ദമയിയെ എനിക്ക് വളരെ ചെറുപ്പത്തിലറിയാം. അന്ന് തുടങ്ങിയ ബന്ധം. അമ്മ ലോകത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ വാത്സല്യം നേടുന്ന അമ്മയായി മാറിയപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തുടരുകയാണ്. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ഒത്തിരി സ്വാധീനമുണ്ട്. എവിടെ വെച്ച് കണ്ടാലും തോമാസ് എന്ന സ്നേഹത്തോടുകൂടി വിളിക്കുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയെ ഞാൻ മാതാ അമൃതാനന്ദമയി കാണുന്നത്. അമ്മ ലോകത്തിൻ്റെ അമ്മയാണ്. അമ്മയുടെ ലാളിത്യം, സ്നേഹം, കാരുണ്യം അത് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. ഒരു പ്രാവശ്യം അമ്മയെ കണ്ടാൽ പിന്നെ
അമ്മ നമ്മുടെ മനസ്സിലുണ്ടാകും, നമ്മൾ അമ്മയുടെ മനസ്സിലുമുണ്ടാകും. ഈ 72ാം ജന്മദിനം വരുന്ന ശനിയാഴ്ച അമ്മയുടെ ആചരിക്കുകയാണ്. അത് ഭക്തജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു വരും അമ്മയുടെ അനുഗ്രഹം തേടാൻ. ആ 72ാം ജന്മദിനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും എല്ലാവർക്കും ലഭിക്കട്ടെ, എനിക്കും ലഭിക്കട്ടെ, എൻ്റെ കുടുംബത്തിന് ലഭിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മയിലൂടെ ദൈവത്തിന്റെ സ്നേഹമാണ് മറ്റുള്ളവരിലേക്ക് സേവനമായി എത്തുന്നതെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്നേഹത്തിന്റെ സന്ദേശം നൽകി ഇനിയും വളരെ കാലം അമ്മ മുന്നോട്ട് പോകട്ടെ എന്നും അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് ബിഷപ്പ് പറഞ്ഞു. അമ്മ എന്ന് എല്ലാവരും സ്നേഹപൂർവം വിളിക്കുന്ന പ്രിയപ്പെട്ട മാതാ അമൃതാനന്ദമയിക്ക് ജന്മദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ക്രിസ്തുനാഥൻ ഇപ്രകാരം പഠിപ്പിച്ചു, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹത്തിൻ്റെ വലിയൊരു കൽപ്പനയാണ് അമ്മ തൻ്റെ ജീവിതത്തിലൂടെ എല്ലാവർക്കും നൽകുന്നതെന്ന് നമുക്കറിയാം. വലിയൊരു പുഴ പോലെയാണ് സ്നേഹം. അതിനെ തടഞ്ഞു നിർത്താനാകുകയില്ല, അത് ഒഴുകുകയാണ്. അമ്മയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത് സാമൂഹിക പ്രവർത്തന മേഖലകളിൽ, ആതുര ശുശ്രൂഷ മേഖലകളിൽ നമുക്ക് കൃത്യതയോടുകൂടി കാണാൻ സാധിക്കും. എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളത് അവരുടെ എഴുത്തുകളാണ്. അമ്മയുടെ എഴുത്തുകൾ ഞാൻ പത്രത്തിലൂടെ വായിക്കാറുണ്ട്, പുസ്തകത്തിലൂടെ വായിക്കാറുണ്ട്. ഒരു സംഭവം ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒന്ന്, ഒരു ലിഫ്റ്റിൽ, ഒരു പ്രദേശത്തെ ഒരു ലിഫ്റ്റിൽ നമ്മുടെ ആളുകൾ മുറുക്കി തുപ്പും. ആ ലിഫ്റ്റിൽ എലിവേറ്ററിൽ മുറുക്കി തുപ്പുമ്പോൾ അതിൻ്റെ വശങ്ങളെല്ലാം തന്നെ വൃത്തികേടായി. ഇതാ അമ്മ എഴുതിയ ഒരു ഭാഗമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ലിഫ്റ്റിൻ്റെ ഉത്തരവാദിത്വമുള്ള ആ ഭവനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ലിഫ്റ്റിനുള്ളിൽ കണ്ണാടി സ്ഥാപിച്ചു. അന്ന് മുതൽ ആരും തുപ്പാൻ പരിശ്രമിച്ചില്ല. കാരണം തുപ്പാൻ തുടങ്ങുമ്പോഴേ മുഖം അവരുടേതാണ്. അമ്മ അതിന് വ്യാഖ്യാനമായിട്ട് പറയുകയാണ്, നമ്മുടെ തന്നെ തെറ്റുകൾ നാം തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് ആരെയാണ് വെറുക്കാൻ സാധിക്കുക, ആരുടെ മുഖത്തേക്കാണ് തുപ്പാൻ സാധിക്കുക, ആരെയാണ് കുറ്റപ്പെടുത്താൻ സാധിക്കുക, ആരെയാണ് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക. എത്രയോ നല്ലൊരു ഉപദേശമാണ്. ഇത്തരം ഉപദേശങ്ങൾ കൊച്ചു കൊച്ചു ഉപമകളിലൂടെ, ആഖ്യാനങ്ങളിലൂടെ അമ്മ നൽകുമ്പോൾ അതെല്ലാവർക്കും നൽകുന്നത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് അവർക്ക് പ്രഭാത നക്ഷത്രമായി ഇനിയും വളരെ കാലം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എത്രയോ ആളുകളുടെ സങ്കടം മാറ്റുന്ന, ആശ്വാസം പകരുന്ന അവതാരമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെന്ന് കലാകാരൻ സൂര്യ കൃഷ്ണമൂർത്തി. മാതാവിനും പിതാവിനും ഗുരുവിനും മേലെ ദൈവത്തിന് താഴെയുള്ള അവതാരമാണ് അമ്മയെന്നും അദ്ദേഹം പിറന്നാൾ ആശംസകൾ നേർന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ അനുഗ്രഹം തേടുകയാണ് ഈ അവസരത്തിൽ. ഞാൻ അമ്മയെ ഒരു അവതാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എത്രയോ ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന, എത്രയോ ആൾക്കാരുടെ മനസ്സിലെ സങ്കടം മാറ്റിക്കൊടുത്ത ഒരു അവതാരമായിട്ടാണ് കാണുന്നത്. മാതാവിനും പിതാവിനും ഗുരുവിനും മേലെ ദൈവത്തിന് തൊട്ട് താഴെ മറ്റൊരു വിഭാഗമുണ്ട്, അതാണ് അവതാരം എന്നുള്ളത്. എത്രയെത്ര പേർക്കാണ് അമ്മ ആശ്വാസം പകരുന്നത്. അമ്മയുടെ പിറന്നാളിന് ഞാൻ അമ്മയുടെ കാൽക്കൽക്ക് തൊട്ട് നമസ്കരിക്കുന്നു. എന്നെ അനുഗ്രഹിക്കുക, നാടിനെ അനുഗ്രഹിക്കുക എന്ന് മാത്രം ഞാൻ പറയുന്നു. അമ്മയാണ് ആത്മാവിന്റെ താളം എന്ന ഗാനം ആലപിച്ചാണ് MG ശ്രീകുമാർ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നത്. ആശ്രമവുമായി തനിക്ക് വർഷങ്ങളായുള്ള ബന്ധമാണെന്നും MG ശ്രീകുമാർ പറഞ്ഞു. മാതാ അമൃതാനന്ദമയി അമ്മയുടെ 72ാം ജന്മദിനമാണ്. ഒരുപാട് സന്തോഷം. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആശ്രമത്തിൽ പോയിട്ട് ഭജനയൊക്കെ പാടിയിട്ടുണ്ട്. എന്തായാലും ഈ ജന്മദിനത്തിൽ അമ്മയ്ക്ക് എൻ്റേതായിട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു 4 വരി. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണറിവിൻ്റെ ലോകം, ഇതുപോലൊരീശ്വര ജന്മം
ഈ ഭൂമിക്ക് കാവലാണെന്നും. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം. ഇതുപോലൊരീശ്വര ജന്മം ഈ ഭൂമിക്ക് കാവലാണെന്നും. ഹാപ്പി ബർത്ത്ഡേ. റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ മുഴുവനും തിരിച്ചുപിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ വെറും കടലാസ് പുലിയാണെന്നും യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന യുദ്ധത്തിലാണ് ലക്ഷ്യബോധമില്ലാതെ 3.5 വർഷം കൊണ്ട് പോരാടുന്നതെന്നും വിമർശനം. വൊളോഡിമർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. പറഞ്ഞ വാക്കുകൾ മാറ്റിപ്പറയുന്ന ട്രംപ് ശൈലി തുടരുകയാണ്. ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ നടന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച വാക്പോരിലാണ് അവസാനിച്ചതെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലെ കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നു. ക്രൈമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി യുക്രൈന് തിരികെ ലഭിക്കില്ലെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ യുക്രൈൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യക്കെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് ട്രംപ് ഉന്നയിച്ചത്. യുക്രൈന്റെയും റഷ്യയുടെയും സൈനികവും സാമ്പത്തികവുമായ സാഹചര്യം അവലോകനം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ തിരിച്ചുപിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. റഷ്യ വെറും കടലാസ് പുലിയാണെന്നാണ് ട്രംപിന്റെ ആക്ഷേപം. യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധത്തിലാണ് ലക്ഷ്യബോധമില്ലാതെ അവർ 3.5 വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നതെന്നും പുടിനും റഷ്യയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇതാണ് യുക്രൈന് പറ്റിയ സമയമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. നാറ്റോയ്ക്ക് ആയുധം നൽകുന്നത് തുടരുമെന്നും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നാറ്റോ തീരുമാനിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തു. 2014 റഷ്യ യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത ക്രൈമിയ തിരിച്ചു നൽകുന്നത് ചർച്ചയാക്കില്ലെന്നായിരുന്നു നേരത്തെ ട്രംപിന്റെ നിലപാട്. ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ച ട്രംപ് യുക്രൈന് മുന്നിൽ നാറ്റോയുടെ വാതിൽ തുറക്കില്ലെന്ന സൂചനയും നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ നിലപാട് മാറ്റവുമായാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന. അതേസമയം റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ എല്ലാ രാജ്യങ്ങളും അവിടെ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് സെലൻസ്കിയും അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഓഹരി വിപണിയുടെ എല്ലാ സെക്ടറുകളിലും ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് എന്ത് പ്രതീക്ഷിക്കാം? നേരിയ നഷ്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി വിപണിയിൽ തിരുത്തൽ തുടരുക തന്നെയാണ്. വിപണിയുടെ ആരോഗ്യകരമായ ഒരു മുന്നേറ്റത്തിന് ഈ ഒരു തിരുത്തൽ അത്യാവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം തിരുത്തലുകൾ തുടരുകയാണെങ്കിൽ അതൊരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. ഓരോ താഴ്ചയിലും വാങ്ങുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ വിപണിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തിരുത്തലുകൾ വിപണിയിൽ നിക്ഷേപ താല്പര്യമുള്ളവർക്ക് നിക്ഷേപിക്കാനുള്ള സാധ്യതയും നൽകുന്നതായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വലിയൊരു വിൽപ്പന തന്നെയാണ് ഇപ്പോഴും വിപണിയെ മുന്നോട്ടുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നത്. ഇന്നലെയും ഏതാണ്ട് 3000 കോടിയിലധികം രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. US ഉണ്ടായിട്ട് പുതിയ വിസ നിയമങ്ങൾ IT മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മർദ്ദമാണ് ഒരു പരിധിവരെ ഇപ്പോഴത്തെ വിപണിയുടെ ഈ ഒരു വിൽപ്പന സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട കാരണം. ഇന്നും ഓഹരി വിപണി നേരിയ നഷ്ടത്തിലായിരിക്കും ആരംഭിക്കുക. ഓഹരി വിപണിയുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയായിരുന്നു ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ്. ജീവിത വിജയം കൈവരിക്കാൻ ചെറുതും വലുതുമായ ഒരുപാട് ഘടകങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ടെത്തി കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് അമൃത ന്യൂസിന്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ. പ്രശസ്ത ക്രിക്കറ്റ് കമന്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് S. പിള്ളയാണ് ഗെയിം ചേഞ്ചറിന്റെ അവതാരകൻ. ഒരു നല്ല ലീഡർ എങ്ങനെയായിരിക്കണം, ഒരു ടീമിനെ എങ്ങനെ നയിക്കണം എന്ന് ശ്രീദത്ത് പിള്ള പറഞ്ഞു തരും. 1976 ജൂൺ 27 ടെൽ അവീവിൽ നിന്നും പറന്നു പൊങ്ങിയ ഒരു എയർ ഫ്രാൻസ് വിമാനം അത് ഭീകരർ റാഞ്ചിക്കൊണ്ടുപോയി. ഇത് ഒരു സൺഡേ ആണ്. അന്ന് ഇസ്രായേലി കമാൻഡേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇവർക്ക് ഈ സന്ദേശം കിട്ടുകയാണ്. ഒരു കുരിയർ ത്രൂ ആണ്. അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല, ഇമെയിലില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം അതൊരു ലോകത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഈ ടെററിസ്റ്റിൻ്റെ ഒരു ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഭീകരരെ മോചിപ്പിക്കുക. അത് മാത്രമല്ല $5 million ഇൻ റാൻസം. ഇതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു ദിവസം എടുത്തു. കാരണം ഇത് ഇവർ ടെലിവിഷൻ കണ്ടു, അങ്ങനെയൊക്കെയാണ്. ഈ എയർക്രാഫ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ എൻറ്റബേയിലാണെന്നാണ് ഉത്തരം വന്നത്. എൻറ്റബേ അത് കണ്ടുപിടിക്കാൻ തന്നെ ഒരു ദിവസം എടുത്തു.
ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമാൻഡോസിൻ്റെ ഇടയിൽ വന്ന് വേർ ദ ഹെൽ ഈസ് എൻറ്റബേ. ഈ എൻറ്റബേ എന്ന് പറയുന്നത് എവിടെയാണ്? ആർക്കും അറിയില്ല. ഇന്നാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം, അന്ന് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. പക്ഷേ ഈ കമാൻഡോസിൽ ഒരാൾ പറഞ്ഞു എൻറ്റബേ ഉഗാണ്ടയിലാണ്. കാരണം അദ്ദേഹം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് സമയം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇത് ഉഗാണ്ടയിലാണെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടാസ്ക് ആയിരുന്നു ഇസ്രായേലിന്. കാരണം ഉഗാണ്ട എന്ന് പറയുന്ന അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ഈദി അമീൻ എന്ന് പറഞ്ഞ വളരെ എല്ലാവരും പറയുന്നത് ക്രൂരനായിട്ടുള്ളൊരു ഡിക്റ്റേറ്ററായിരുന്നു, ഒരു ഏകാധിപതിയായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ആർമി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഭീകരർ, അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എൻറ്റബേയിൽ വിമാനം വെച്ചിരിക്കുന്നത്. സോ ഇസ്രായേലി കമാൻഡോസ്, ഇത് 5 മിനിറ്റിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത് 5 ദിവസം എടുത്താലും പറഞ്ഞു തീരാത്തൊരു കഥയാണ്. പക്ഷേ ഞാൻ എത്രയും പെട്ടെന്ന് പറയാൻ നോക്കുകയാണ്. ഈ ഒരു ഇസ്രായേലി കമാൻഡോ ഓപ്പറേഷൻ അത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ഇവർ നെഗോഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ എൻറ്റബേ എന്ന് പറയുന്ന 5000 കിലോമീറ്റർ അകലെയാണ് ടെൽ അവീവിൽ നിന്നും, ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായ ടെൽ അവീവിൽ നിന്നും 5000 കിലോമീറ്റർ അകലെയാണ്. എങ്ങനെ 250 പേരെയാണ് റാഞ്ചികൾ തട്ടിയെടുത്തിരിക്കുന്നത്. 250 പേരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ്. ഇതൊരു 48 മണിക്കൂറിൻ്റെ പ്ലാനിങ്. ഈ പ്ലാനിങ് എന്ന് പറയുമ്പോൾ പല ആസ്പെക്ട്സ് ഉണ്ട്. എങ്ങനെ ഏത് വിമാനത്തിൽ പോകും, ഹെർക്കുലീസ് C-130 എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്തു. അതുപോലെ തന്നെ 5000 കിലോമീറ്റർ ഉണ്ട്. ഈ 5000 കിലോമീറ്ററിന് ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ആരൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കണം. ഈ ഉഗാണ്ടൻ സോൾജിയേഴ്സിൻ്റെ തന്നെ പോലുള്ള അവരുടെ യൂണിഫോം തയ്പ്പിച്ചു ആ ഒരു ഡിസ്ഗൈസിൽ പോകാൻ വേണ്ടി. ഉഗാണ്ടൻ ഡിപ്ലോമാറ്റ്സ് ഉപയോഗിക്കുന്ന ലീമൊസീൻസ് ഈ എയർക്രാഫ്റ്റിൽ ലോഡ് ചെയ്യണം. കാരണം ഡിപ്ലോമാറ്റ്സ് ആണെന്നുള്ള ഡിസ്ഗൈസിൽ അവിടെ പോയി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്കാർക്കും ഒരു നോർമൽ ഇതിൽ ഫ്ലൈ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം റെഡ് സീ കടന്ന് പോകുമ്പം സൗദി അറേബ്യയും ഈജിപ്തും കടന്ന് വേണം പോകാൻ. ഇസ്രായേലി വിമാനത്തെ അവിടെ പോകാൻ അവർ സമ്മതിക്കില്ല, കാരണം അവർ വെടിവെച്ചിടും. അപ്പോൾ റഡാറിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, റഡാറിൽ വരാതിരിക്കാൻ വേണ്ടി സമുദ്രനിരപ്പിൽ നിന്നും വളരെ ജസ്റ്റ് ഒരുപാട് താന്നാണ്, സമുദ്രത്തിന് തൊട്ടില്ലെന്ന രീതിയിലാണ് ഇവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഒരു ഓപ്പറേഷനിൽ വളരെ മിനിമം കാഷ്വാലിറ്റിയിൽ ഇവർ ഈ ഓപ്പറേഷൻ ചെയ്ത് ഇത്രയും ഹോസ്റ്റേജസിനെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. പക്ഷേ എന്നെ ഇതിനകത്ത് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. അവരുടെ ഒരു പ്ലാനിങ്, ഒരു എക്സിക്യൂഷൻ, അവരുടെ ഒരു കറേജ്, എഫിഷ്യൻസി ഓഫ് ഇസ്രായേലി കമാൻഡോസ്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലി പാർലമെൻറ്റ് ഇതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. ഒരു 72 മണിക്കൂറോളം, അതായത് 3 ദിവസം അടച്ചിട്ട മുറിയിൽ അവർ ഡിസ്കസ് ചെയ്യായിരുന്നു. പക്ഷേ ഈ റാഞ്ചിക്കൊണ്ട് പോയ വിമാന റാഞ്ചുകൾ കൊടുത്തിരിക്കുന്ന ഡെഡ് ലൈൻ വാസ് ഫാസ്റ്റ് അപ്രോച്ചിങ്. ഒരു സൺഡേ ഇത് സംഭവിച്ചു. അടുത്ത ശനിയാഴ്ച 4 മണിക്കെങ്കിലും തിരിച്ചാലേ ഇവർക്ക് ഇൻ ടൈം അവിടെ പോയി ഈ ഓപ്പറേഷൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇസ്രായേലി പാർലമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ല. ദ സെക്കൻഡ് ഇൻ കമാൻഡ് തീരുമാനിച്ചു, നമുക്ക് ഫ്ലൈ ചെയ്യാം, വി വിൽ ടേക്ക് ഓഫ്. 4 മണിക്കൂർ വരെ പോയിൻ്റ് ഓഫ് റിട്ടേൺ ആണ്. 4 മണിക്കൂറിനുള്ളിലാണ് നോ എന്നൊരു ആൻസർ വരുന്നതെങ്കിൽ നമുക്ക് തിരിച്ചു പോരാം. അല്ല, യെസ് കിട്ടുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബട്ട് ആഫ്റ്റർ 4 hours ഇറ്റ്സ് എ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ, തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്, ഇവർക്ക് ഇത്രയും എഫിഷ്യൻസിയും പ്ലാനിങ് എല്ലാം ഉള്ളൊരു ടീമിന്, കമാൻഡോ ടീമിന് ഈ പെർമിഷൻ ടേക്ക് ഓഫ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്ലാനിങ് എല്ലാം വെറുതെ ആവുമായിരുന്നു. ശരിയല്ല ഞാൻ പറയുന്നത്? അതായത് സെക്കൻഡ് ഇൻ കമാൻഡ് അദ്ദേഹത്തിന് ഒരു ഡിസിഷൻ ആ ടൈമിൽ എടുക്കാനുണ്ടായിരുന്ന അധികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ് എ ടേണിംഗ് പോയിൻ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പറയും ഈ ഒരു കാര്യം നമ്മളുടെ ലൈഫിലും ബാധകമാണ് അല്ലേ. നമ്മൾ പറയും നാഥനില്ല കളരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഗ്രഹനാഥൻ പോയി, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പണമാകുന്നു. ഈ നാഥനില്ല കളരി ആവുന്നത് ഈ നാഥൻ മറ്റു നാഥന്മാരെ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഒരു എംപവർമെൻറ്റ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അധികാരം നമ്മൾ കൊടുക്കുന്നില്ല. ഒരു ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം പലപ്പോഴും ഉണ്ടാവാറില്ല. അത് വലിയ വലിയ ഓർഗനൈസേഷനിൽ മാത്രമല്ല, നമ്മളുടെ ഫാമിലീസിലും നടക്കുന്നൊരു കാര്യമാണ്. ഇന്ദിരാ നൂയി, അതായത് പെപ്സിക്കോയുടെ CEO ആയിരുന്ന ഇന്ത്യയുടെ അഭിമാനമായ ഇന്ദിരാ നൂയി 12 വർഷം പെപ്സിയിൽ CEO ആയിട്ടിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറഞ്ഞു, ആസ് എ CEO I should not be judged based on my results alone. I should be judged based on what my successor achieves as well. അതായത് എൻ്റെ റിസൾട്ട് മാത്രമല്ല, എൻ്റെ റിസൾട്ട് മാത്രമല്ല, ഞാൻ പോയി കഴിഞ്ഞ് എൻ്റെ സീറ്റിലേക്ക് വരുന്ന ആളുടെ റിസൾട്ടുകൾ നോക്കിയിട്ട് വേണം എന്നെ ജഡ്ജ് ചെയ്യാൻ. നല്ലൊരു ട്രൂ ലീഡർ is always a replaceable person and not an irreplaceable person. അതായത് മറ്റ് ലീഡേഴ്സിനെ, മറ്റ് നേതാക്കന്മാരെ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു നല്ല ലീഡർ. ആ ഒരു സ്ട്രക്ചറുള്ള
ഓർഗനൈസേഷനായാലും ശരി, നമ്മളുടെ കുടുംബത്തിലായാലും ശരി, കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കുടുംബത്തിൽ ഒരാളായിരിക്കും, എൻ്റെ കൈ എല്ലായിടത്തും ചെന്നാലേ ശരിയാവുള്ളൂ, എല്ലാം എൻ്റെ തലയിൽ കൂടെ തന്നെ പോകണം, ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യണം. അല്ല, ലെറ്റ്സ് ക്രിയേറ്റ് അതർ ലീഡേഴ്സ്. നമ്മുടെ കുട്ടികൾക്ക് വരെ ഒരു പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാകേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ കുട്ടികൾക്ക് വരെ നമ്മൾ തീരുമാനങ്ങൾ സ്വയം എടുക്കാനുള്ള ഒരു അധികാരം കൊടുക്കുക. ആൻഡ് മേക്ക് ദം റെസ്പോൺസിബിൾ ഫോർ ദോസ് ഡിസിഷൻസ്. അവരുടെ തീരുമാനങ്ങൾക്ക് അവർ ഉത്തരവാദികളും ആവട്ടെ. ആ ഒരു കൾച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്താൽ വി ക്യാൻ ഹാവ് മോർ ആൻഡ് മോർ ലീഡേഴ്സ് ബീങ് ക്രിയേറ്റഡ് ആൻഡ് ദ വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഗെയിം ചേഞ്ചറോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.